ബിഗ് ബോസ് സീസൺ 6 എപ്പിസോഡ് 66. കഴിഞ്ഞ സീസണിൽ 90 ദിവസം അടുപ്പിച്ച് നടന്ന ഫാമിലി വീക്ക് ഇപ്പം 66-ാമത്തെ എപ്പിസോഡ് അല്ലെങ്കിൽ 65-ാമത്തെ ദിവസമാണ് നടക്കുന്നത്. ഇന്ന് വന്നത് ഋഷിയുടെയും അൻസിബയുടെയും ഫാമിലിയാണ്. അതേപോലെ തന്നെ ഈ സീസണിൽ ഒരേ സമയം 2 ഫാമിലിയൊക്കെയാണ് കയറ്റി വിടുന്നത്. ഒരു ദിവസം തന്നെ 2 ഫാമിലിയെ ഒരുമിച്ച്, അതായത് ഒരു ഫാമിലി നിൽക്കുമ്പോൾ തന്നെ കയറ്റി വിടുന്നു. സാധാരണ 1 മണിക്കൂറിലകം നിർത്തിക്കൊണ്ടിരുന്നത് ഇന്ന് രാവിലെ തൊട്ട് വൈകിട്ട് വരെ അവിടെ നിർത്തുന്നു. ഗെയിമിൽ പാർട്ടിസിപ്പേറ്റ്, അതായത് ഗെയിമിൽ സൈഡിൽ നിർത്തുന്നു. അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. TRP കൂട്ടാനാണ് എന്നറിയാം. പക്ഷേ ഈ സീസണിലൊരു പ്രത്യേകതയുണ്ട്. എന്താണെന്നല്ലേ പ്രത്യേകത? വീട്ടിൽ ഫാമിലിയിൽ നിന്ന് വന്നിട്ട് ഇപ്പോൾ ആരെല്ലാം വന്നിട്ട് ഇതിപ്പം ആര് കപ്പ് വാങ്ങും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്തുത്തരം പറയൂലേ? ആർക്ക് കപ്പ് കിട്ടുമെന്ന് പറയും? ജാസ്മിനാ, അർജുന, അതോ ജിൻഡോയ്ക്കോ, അതോ അപ്സരയ്ക്കോ? ഇത് ആരുടെ ഉത്തരം പറയും എന്നുള്ളതാണ് കൺഫ്യൂഷനായിട്ടിരിക്കുന്നത്. എന്തായാലും ഇന്നത്തെ എപ്പിസോഡ് ഫാമിലി വീക്ക്, ആസ് യൂഷ്വൽ ഫാമിലി വീക്ക് നമുക്കറിയാവുന്നതാണല്ലോ. പക്ഷേ ഈ വട്ടം എനിക്ക് തോന്നുന്നു ഫാമിലി വീക്ക് അത് എക്സ്പെക്റ്റ് ചെയ്തുകൊണ്ടാണെന്ന് അറിയത്തില്ല. പ്രത്യേകിച്ച് നന്ദനയും ജാസ്മിനും ഭയങ്കര ഷോയായിരുന്നു കേട്ടോ ഇന്ന്. എന്ന് വെച്ചാൽ വന്നപ്പോഴേ ആദ്യത്തെ ഫാമിലി അവരുടെയാണ് എന്നുള്ള രീതിയിൽ ഈ ജാസ്മിൻ്റെ വീട്ടിൽ നിന്നൊക്കെ വരുമെന്നോ. അതേപോലെ സായി, എൻ്റെ പൊന്നരിയണ്ണ, എന്തൊക്കെ പ്രതീക്ഷയാണ് കയറ്റി വിട്ടത്. ഇപ്പോൾ അരിയണ്ണൻ്റെ വിഷയം, അരിയണ്ണൻ്റെ അച്ഛൻ അകത്തോട്ട് കയറി ചെന്ന വിഷയമാകും എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ഷോ. അണ്ണൻ എന്താണ് ഇങ്ങനെ, അണ്ണനെ പറ്റിയിട്ട് ഇങ്ങനെയാണ് നമ്മൾ തീരുമാനിച്ചിരുന്നത്, പക്ഷേ വിചാരിച്ചിരുന്നത്. എന്തായാലും ആ ഒരു ടിക്കറ്റ് ഫിനാലെയൊക്കെ അനൗൺസ് ചെയ്തിട്ടുണ്ട്. എന്താ പറയുക, ടിക്കറ്റ് ഫിനാലെ ഇപ്പം ടീമായിട്ടാണോ കൊടുക്കുന്നത്? ഇത് ടീം വർക്കാണല്ലോ. അപ്പം ഇന്നത്തെ ടിക്കറ്റ് ഫിനാലെ ഫസ്റ്റ് മത്സരം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പതപ്പിച്ച് സോപ്പ് തീർക്കുക എന്നുള്ളൊരു മത്സരമായിരുന്നു. എന്തോന്ന് ഇതൊക്കെ എന്ത് ടിക്കറ്റ് ഫിനാലെ? കഴിഞ്ഞ വട്ടത്തൊക്കെ ടിക്കറ്റ് ഫിനാലെ നല്ലതായിരുന്നു. 24 അവർ നിൽക്കുന്ന മത്സരം, അതൊക്കെയാണ് ഒരു ടിക്കറ്റ് ഫിനാലെ. ഇതൊരുമാതിരി ഇനി എന്താണോ കാണിച്ചു കൂട്ടാൻ പോകുന്നത് ദൈവത്തിന് അറിയാം. എന്തായാലും ഇന്ന് ഒരു അൻസിബയുടെയും അമ്മയും അനിയനും വന്നു. അതുപോലെ തന്നെ ഋഷിയുടെയും അമ്മയും അനിയനും വന്നു. അത് എനിക്ക് തോന്നുന്നു ഇവർ ഭയങ്കര ഫ്രണ്ട്സ് ആയതുകൊണ്ടായിരിക്കും 2 പേരുടെ ഫാമിലിയും അടുപ്പിച്ചടുപ്പിച്ച് കയറ്റി വിട്ടത്. അവർ കുറേ സമയം സ്പെൻഡ് ചെയ്തിട്ടാണ് പോയത്. എല്ലാവരോടും ഇൻട്രാക്ട് ചെയ്യുന്ന കാര്യം പറയുന്നു. അപ്സരയായിട്ടുള്ള പ്രശ്നത്തിൽ ഋഷിയുടെ പോയി സംസാരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പം അതൊക്കെ നടക്കുന്നുണ്ട്. പക്ഷേ എനിക്ക് സത്യം പറഞ്ഞാൽ ഈ സീസണിൽ ഇതുവരെയും ഈ ഒരാൾ കപ്പ് വാങ്ങിയാൽ കൊള്ളാം, ഇയാൾ ഡിസർവിങ് ആണെന്ന് പേഴ്സണലി ഫീൽ ചെയ്തിട്ടില്ല. സത്യമായിട്ടും ഫീൽ ചെയ്യാനായിട്ട് അങ്ങനെ പെർഫോം ചെയ്യുന്ന ആരും ഉണ്ടായിട്ടില്ല. ഓരോ ആഴ്ചയിലും ഓരോരുത്തരും പെർഫോം ചെയ്യുന്നു. ഇതിപ്പം ആര് കപ്പടിച്ചാലും നമുക്ക് ഒരേപോലെ ജാസ്മിൻ കപ്പടിക്കരുതെന്ന് മാത്രമേ ഉള്ളൂ. കാരണം ജാസ്മിൻ ഒട്ടും ഡിസർവിങ് അല്ലാത്തൊരു കണ്ടസ്റ്റൻ്റായിട്ടാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടുള്ളത്. അതായത് ഇത്രയും നാൾ ഗബ്രിയോട് അയക്കുന്നു, ഗബ്രി പോയി കഴിഞ്ഞിട്ട് അവിടെ വലിയ വ്യത്യാസം എന്നുള്ളതായിട്ട് ഞാൻ കണ്ടിട്ടില്ല. അപ്പം ജാസ്മിനെ കിട്ടിക്കഴിഞ്ഞാൽ അത് ഭയങ്കര അൺഫെയറായിട്ട് തോന്നും. അതേപോലെ തന്നെ ജാസ്മിനെ ആദ്യം അച്ഛൻ വിളിക്കുന്നു, കത്ത് കൊടുക്കുന്നു. സിമിൻ ഇന്ന് ഒരു വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു, ജാസ്മിൻ ഒന്നിൽ കൂടുതൽ കത്ത് കിട്ടിയിട്ടുണ്ടെന്നൊക്കെയുള്ള സംസാരം അതിനകത്തുണ്ടായിരുന്നു. എന്തായാലും അതൊക്കെ അതിൻ്റെ ഒരു വഴിക്ക് പോകുന്നു. അപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ആര് കപ്പ് വാങ്ങും, ആർക്ക് കപ്പ് കിട്ടും എന്നുള്ളത് ഈ ഒരു ടിക്കറ്റ് ഫിനാലെ കഴിഞ്ഞാലും ഇനി വലിയ മത്സരങ്ങളെന്താ? ഇനി BB കോർട്ട് വരാനുണ്ടോ? BB കോർട്ട് വരാനായിട്ട് അത്ര വലിയ കുറ്റങ്ങളൊന്നും അവിടെ നടന്നിട്ടൊന്നുമില്ല. എന്താണ് നടന്നിട്ടുള്ളത്? ഒന്നും നടന്നിട്ടില്ല. അപ്പം BB കോർട്ട് വരുന്നത് കൊണ്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. പിന്നെ ഇനി എന്ത് ഫാമിലി വീക്ക് എന്ന് പറഞ്ഞ്, ഫാമിലി വീക്ക് തന്നെ നിങ്ങൾ ആലോചിക്കണം. ഇപ്പോൾ അവിടെ എത്ര പേര് ഇപ്പുണ്ട്? അത്രയും ആളുകളുടെ ഫാമിലി വരണം. ഇത് ഒരാഴ്ച കൊണ്ട് തീരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഈ ഒരു വീക്ക് കൊണ്ട് ഈ ഫാമിലി വീക്ക് തീരും. ഇപ്പോൾ ഫാമിലി വീക്ക് ഈ ആഴ്ച തീർന്നാൽ തന്നെ ഇനി ജയിൽ ടാസ്ക് ഒക്കെ എന്തിൻ്റെ ബലത്തിൽ, എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവർ കൊടുക്കാൻ പോകുന്നത്? ക്യാപ്റ്റൻസി. ഇത് സാധാരണ ഫാമിലി വീക്ക് എന്ന് പറഞ്ഞാൽ സീസൺ തീരുന്നതിന് ഒരു 10-15 ദിവസം മുൻപ് നടത്തേണ്ട സാധനം ഇത് 30 ദിവസം, 1 മാസം മുന്നേ നടത്തുന്നു. ഇനി ടാസ്ക് ഇല്ലാത്തത് കൊണ്ടാണോ? സീരിയസ്ലി ബിഗ് ബോസിൻ്റെ ക്രൂ മെമ്പേഴ്സ് ഒന്ന് ചിന്തിക്കേണ്ട കാര്യമാണ്. അതല്ലെങ്കിൽ എനിക്ക് തോന്നുന്നു മറ്റേ ഷോ ഡയറക്ടർ രാജിവെച്ച് പോയതുകൊണ്ടോ അല്ലെങ്കിൽ പുതിയ ഗെയിമുകളൊന്നും കണ്ടുപിടിക്കും. ഇന്നലത്തെ തന്നെ ഒരു ബെസ്റ്റ് സ്റ്റാൻഡ് ടാസ്ക്, അത് കഴിഞ്ഞ വർഷത്തെ മറ്റേ അഖിലും വിഷ്ണു കൂടെ ഇന്ന് കളിച്ച സാധനമാണിത്. സെയിം സാധനം തന്നെ, ഒരു മാറ്റം ഇല്ലാതെ കൊടുക്കുന്നു. BB ഹോട്ടലും നമ്മൾ കണ്ടതാണ്. ഇനി മറ്റേ ഇതും കൂടെ BB കോർട്ടും കൂടെ കൊടുത്തു കഴിഞ്ഞാൽ പൂർത്തിയാവും.
എന്തായാലും ഈ സീസണിൽ പറഞ്ഞിട്ട് കാര്യമില്ല, ആരെയിലേക്ക് എന്തെങ്കിലുമൊക്കെ വന്ന് കാണിക്കുന്നുള്ള രീതിയിലാണ്. TRP ഉണ്ട് ഒരു കാര്യത്തിൽ, TRP ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല, TRP ഉണ്ട്, പക്ഷേ ക്വാളിറ്റി ഇല്ല. ഇത് ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ ഒരാൾ ക്വാളിറ്റി ഉള്ള, സിജുവൊക്കെ നല്ല ക്വാളിറ്റി ഉണ്ടായിരിക്കും എന്നാണ് ഞാൻ വിചാരിച്ചത്. സിജുവൊന്നും ഇല്ല, അതിൽ ക്വാളിറ്റി എന്ന് പറയാനായിട്ട് ആരുമില്ല. ഇവൻ സായി പോലും ഇല്ല എന്നുള്ളതാണ്. സീക്രട്ട് ഏജൻ്റായിട്ട് അകത്ത് കയറിയിട്ട് ഇപ്പോൾ സായി ആയിട്ട് തിരിച്ചു വരും എന്നൊക്കെയാണ് അണ്ണൻ പറയുന്നത്. ഇനി സീക്രട്ട് ഏജൻ്റ് ഇല്ല, സായി കൃഷ്ണൻ മാത്രമേ ഉള്ളൂ എന്നൊക്കെയാണ് അണ്ണൻ പറയുന്നത്. എന്തായാലും ഫാമിലി വീക്ക് തുടങ്ങി, ഇനിയിപ്പം ഓരോ ഫാമിലികളും വരും, നാളെയും മറ്റന്നാളുമായിട്ടൊക്കെ വരും. അപ്പം ഇതിൽ പ്രത്യേകിച്ച് ഒരു വികാരമില്ലാത്തതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. അവിടെ കുറച്ച് കരച്ചിലും ഇത് നന്ദനയ്ക്ക് എന്തിനാണ് ഇങ്ങനെ കരുതുന്നത്? നന്ദനയും ജാസ്മിനൊക്കെ എൻ്റെ മുന്നിൽ 5 പോർ അമ്മ വന്നപ്പം ജാസ്മിൻ ഇങ്ങനെ കരയേണ്ടത് എന്തിനാണ്? എന്ത് ഷോയുടെ ഇത്, വമ്പ ഷോ തന്നെ. അപ്പം അത്രയായിരുന്നു ഇന്നത്തെ ഒരു എപ്പിസോഡിൽ കാണിച്ച് കൂട്ടി വെച്ചത്. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ ഇന്നത്തെ എപ്പിസോഡ് റിവ്യൂ നിർത്തുകയാണ്.